അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇംവീക്ക് ടെസ്റ്റ്. ഐ എന്ന് പറയുന്നത് ഇൻഡോള്, എം എന്ന് പറയുന്നത് മീഥൈൽ റെഡ്, വി എന്ന് പറയുന്നത് വോഗസ് പ്രോസ്കേഴ്സ്, സി എന്ന് പറയുന്നത് സിട്രേറ്റ്. ഓക്കെ, ഇത് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. എന്നിട്ട് ഏത് മീഡിയമാണ് ഉപയോഗിച്ചത് എന്നെഴുതണം. ഐ ഇൻട്രഡക്ഷൻ, എം മീഡിയം, പി പ്രൊസീജിയർ എന്താണെന്ന്, ദെൻ ഏത് റിയേജൻ്റാണ് അവിടെ ഉപയോഗിച്ചതെന്ന്, ദെൻ റിസൾട്ട് ആൻഡ് ഒബ്സർവേഷനും എക്സാമ്പിളുമാണ് വേണ്ടുന്നത്. ഓക്കെ, ഇൻട്രഡക്ഷൻ, ദെൻ മീഡിയം, പ്രൊസീജിയർ, റിസൾട്ട്, റിയേജൻറ്റ് മീൻസ് ആ റിസൾട്ട് വേണം, റിയേജൻറ്റ് വേണം, എക്സാമ്പിൾ വേണം, പടം വേണം. ഓക്കെ ഓക്കെ ഇൻഡോൾ ആണെന്നുണ്ടെങ്കിൽ ഇൻഡോള് ടു ചെക്ക് ദ എബിലിറ്റി ഓഫ് ദ ബാക്ടീരിയ ടു പ്രൊഡ്യൂസ് ഇൻഡോൾ, ആ ബാക്ടീരിയയ്ക്ക് ഇൻഡോൾ പ്രൊഡ്യൂസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നോ, എന്ത് ഉപയോഗിച്ചാണ് ട്രിപ്റ്റോഫാൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇൻഡോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ടു ചെക്ക് ദ എബിലിറ്റി ഓഫ് ദ ബാക്ടീരിയ ടു പ്രൊഡ്യൂസ് ഇൻഡോൾ ബൈ യൂട്ടിലൈസിങ് ദ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ ബ്രോത്ത് ആണ്. യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രിപ്പയർ സ്റ്റെറൈൽ tryptophan broth in a test tube, then add test bacteria to it, then incubate it for 24 hours in 37 degrees Celsius. ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് കോവാക്സ് റിയേജൻ്റ് ആണ്. കിട്ടുന്ന റിസൾട്ട്, there will be the appearance of bright red pink on the surface indicate indole positive and colorless ring indicate indole negative. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ഈക്കോളയും ക്ലബ്ഷിയെല്ലയും ആണ്. അടുത്തതാണ് MR മീഥൈൽ റെഡ് ടെസ്റ്റ്. ഇതിൻ്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ടു ചെക്ക് ദ എബിലിറ്റി ഓഫ് ദ ബാക്ടീരിയ ടു പ്രൊഡ്യൂസ് മിക്സഡ് ആസിഡ് ബൈ യൂട്ടിലൈസിങ് ഗ്ലൂക്കോസ്. ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം MRVP ബ്രോത്ത്. പ്രൊസീജിയർ, ഫസ്റ്റ് പ്രിപ്പയർ MRVP ബ്രോത്ത് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ദെൻ add the test bacteria to it, incubate it for 24 hours in 37 degrees Celsius. The reagent used is methyl red indicator ആണ്. The result കാണിക്കുന്നത് there will be appearance of pink കളർ ആണെന്നുണ്ടെങ്കിൽ MR പോസിറ്റീവാണ്, നോ കളർ ചേഞ്ച് ആണെങ്കിൽ MR നെഗറ്റീവാണ്. മിക്സഡ് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കാരണം pH കുറവാണ് കാണിക്കുന്നത്. വിച്ച് ക്യാൻ ബി ചെക്ക്ഡ് ബൈ ദ അഡീഷൻ ഓഫ് മീഥൈൽ റെഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതും ഈക്കോളയും ക്ലബ്ഷിയെല്ലയും ആണ്. അടുത്തതാണ് വോഗസ് പ്രോസ്കേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് അസറ്റൈൽ മീഥൈൽ കാർബിനോൾ ബൈ യൂട്ടിലൈസിങ് ഗ്ലൂക്കോസ്. അത് സെയിമാണ്, ബൈ യൂട്ടിലൈസിങ് ഗ്ലൂക്കോസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മീഡിയം MRVP ബ്രോത്താണ്. മെത്തഡോളജി എന്ന് വെച്ചാൽ സ്റ്റെറൈലുള്ള MRVP ബ്രോത്ത് ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കുക, ആവശ്യത്തിനുള്ള ടെസ്റ്റ് ബാക്ടീരിയ ആഡ് ചെയ്യണം, 37 degrees Celsius 24 hours ഇൻക്യുബേറ്റ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് KOH ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻറ്റും അതോടൊപ്പം എയിമും ഇത്തിരി വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം. എന്താണ്, ഒരു ഗ്ലൂക്കോസ് തന്നെ നേരത്തെ പറഞ്ഞെങ്കിലും അസറ്റൈൽ മീഥൈൽ കാർബിനോൾ പറയുന്നുണ്ട്. താഴെ KOH. അസറ്റൈൽ മീഥൈൽ കാർബിനോളും പിന്നെ റിയേജൻറ്റ് KOH. അപ്പോൾ ഇവിടെ റിസൾട്ട് ഇതാണ്. കളർ ചേഞ്ച് പിങ്ക് ആണെന്നുണ്ടെങ്കിൽ VP പോസിറ്റീവാണ്, നോ കളർ ചേഞ്ച് ആണെങ്കിൽ VP നെഗറ്റീവാണ്. പിന്നെ പടം വരയ്ക്കുക. ഇനി ഇവിടെയാണെങ്കിൽ VP പോസിറ്റീവ് ബാക്ടീരിയ ക്ലബ്ഷിയെല്ല, നെഗറ്റീവ് ബാക്ടീരിയ ഈക്കോളയാണ്, തിരിഞ്ഞു വരും. ഓക്കെ, അടുത്തയാണ് സിട്രേറ്റ് ടെസ്റ്റ്. സിട്രേറ്റ് ടെസ്റ്റ് ചെക്ക് ദ എബിലിറ്റി ഓഫ് ദ ബാക്ടീരിയ ടു പ്രൊഡ്യൂസ് ഓർ യൂട്ടിലൈസ് സിട്രേറ്റ് ആസ് കാർബൺ ആൻഡ് എനർജി സോഴ്സ്. സിട്രേറ്റിനെ കാർബണും കൂടാതെ തന്നെ എനർജി സോഴ്സായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം സിമൻസ് സിട്രേറ്റ് അഗാർ മീഡിയം ആണ്. എപ്പോഴാണോ ബാക്ടീരിയ സിട്രേറ്റ് യൂസ് ചെയ്യുന്നത്
അപ്പം പി എച്ച് എന്ത് ചെയ്യും? കൂടും. അതാണ് കളർ ചേഞ്ചിന് കാരണമാക്കുന്നത്. നേരത്തെ പി എച്ച് കുറയും, അതാണ് ആ ഒരു കളർ ചേഞ്ചിലോട്ട് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ പി എച്ച് കൂടും. ആദ്യം ഇവിടെയും പ്രിപ്പയർ ദ സിമന്റ് സിട്രേറ്റ് അഗാർ മീഡിയം, ദെൻ ടെസ്റ്റ് ബാക്ടീരിയ, സ്ട്രീക്ക് ചെയ്യണം, ഇൻക്യുബേഷൻ ഓഫ് 37 ഡിഗ്രി സെൽഷ്യസ് ഫോർ 24 hours. റിസൾട്ടും ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ കളർ ചേഞ്ച് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ്, കളർ ചേഞ്ച് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവാണ്. ഓക്കെ, സിട്രേറ്റ് പോസിറ്റീവ് ക്ലബ്ഷിയല്ലയാണ്, സിട്രേറ്റ് നെഗറ്റീവ് ഈക്കോളയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പറഞ്ഞതിനകത്ത് ഇൻഡോളാണ്. ഇൻഡോളിനകത്ത് ട്രിപ്റ്റോഫാൻ ബ്രോത്തിൽ നിന്നും എനിക്ക് ഇൻഡോളാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അവിടെ യൂസ് ചെയ്യുന്ന റിയാജൻറ്റ് കൊവാക്സ് റിയേജൻ്റാണ്. രണ്ടാമതായിട്ട് പറയുന്നത് മീഥൈൽ റെഡാണ്. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം MRVP ബ്രോത്ത്. ഓക്കെ, ദെൻ അടുത്തത് വോഗസ് പ്രോസ്കേഴ്സ് ആണ്. വോഗസ് പ്രോസ്കേഴ്സിനകത്ത് എന്താണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്? ഓക്കെ, അസറ്റൈൽ മീഥൈൽ കാർബിനോൾ ഉപയോഗിക്കണം. ദെൻ റിയേജൻ്റായിട്ട് പൊട്ടാസ്യം KOH ആണ് വരുന്നത്. ദെൻ ലാസ്റ്റ് സിട്രേറ്റ് ആണെങ്കിൽ സിമൻസ് അഗാർ സിട്രേറ്റ് അഗാർ മീഡിയം, സിമൻസ് സിട്രേറ്റ് അഗാർ മീഡിയം. ഓക്കെ, ഇവിടെ നമ്മൾ ബാക്ടീരിയ സ്ട്രീക്ക് ചെയ്യുന്ന കാര്യം വേണം എഴുതാൻ. ആദ്യത്തെ രണ്ടിനകത്തും പോസിറ്റീവ് ഈക്കോളയും രണ്ടാമത്തെ ക്ലബ്ഷിയല്ല ആണെന്നുണ്ടെങ്കിൽ അവസാനത്തെ രണ്ടെണ്ണത്തിനകത്ത് ആദ്യം ക്ലബ്ഷിയല്ലയും രണ്ടാമത് വേണം ഈക്കോളയായിട്ടും എഴുതാൻ. ഓക്കെ, ഇൻഡോള് മീഥൈൽ റെഡിനകത്ത് മിക്സഡ് ആസിഡിൻ്റെ പ്രൊഡക്ഷനാണ് വരുന്നത്. എവിടെ നിന്ന്? മിക്സഡ് ആസിഡാണ്. അപ്പോൾ pH കുറയും എന്നെഴുതണം. മൂന്നാമത്തേനകത്ത്, അതായത് വോഗസ് പ്രോസ്കേഴ്സിനകത്ത് pH കൂടെയാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു കളർ ചേഞ്ചിനുള്ള കാരണം. ഓക്കെ, അടുത്തയാണ് എൻസൈംസ് ടെസ്റ്റ്, അതായത് ഓക്സിഡൈസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ടു ചെക്ക് ദ പ്രസൻസ് ഓഫ് ഓക്സിഡൈസ് എൻസൈം ഇൻ ബാക്ടീരിയക്കകത്ത് ഓക്സിഡൈസ് എൻസൈം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓൾ ദ എയറോബിക് ബാക്ടീരിയ ഓർ ഓക്സിഡൈസ് പോസിറ്റീവാണ്. ഓൾ ദ എയറോബിക് ബാക്ടീരിയ ഓർ ഓക്സിഡൈസ് പോസിറ്റീവ്. അവർ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആസ് ദ യൂട്ടിലൈസ് ഓക്സിജൻ ആസ് കാർബൺ അക്സെപ്റ്റർ ഇൻ റെസ്പിറേഷൻ. നമ്മുടെ എൻസൈംസിനകത്ത് ഓക്സിഡൈസിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ എ ബാക്ടീരിയൽ കൾച്ചർ ബൈ ദ അഡീഷൻ ഓഫ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓക്സിഡൈസ്ഡ് റിയേജൻറ്റ് ടു ദ ബാക്ടീരിയൽ കോളനി ഇൻ എ ഫിൽറ്റർ പേപ്പർ. പ്രസൻസ് ഓഫ് ഓക്സിഡൈസ് എൻസൈം. The presence of an oxidase enzyme in a bacterial culture by the addition of കുറച്ച് few drops of oxidase reagent to the bacterial colony in a filter paper. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഫിൽറ്റർ പേപ്പർ എടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് സ്റ്റെറൈൽ ഫിൽറ്റർ പേപ്പർ, ദെൻ ബാക്ടീരിയൽ കോളനി അത് ഫുള്ള് സ്പ്രെഡാക്കിയിട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓക്സിഡൈസ് റിയേജൻറ്റ് ഉപയോഗിക്കണം. ഇതിനകത്ത് കാണുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഡീപ്പ് പർപ്പിൾ ആയിട്ടുള്ള കളർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഓക്സിഡൈസ് പോസിറ്റീവാണ്. നോ കളർ ചേഞ്ച് ആണെങ്കിൽ ഓക്സിഡൈസ് നെഗറ്റീവാണ്. ഓക്കെ, ഓക്സിഡൈസ് ബാക്ടീരിയ എന്ന് പറയുന്നത് സ്യൂഡോമോണാസ് ആണ്. ഓക്സിഡൈസ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ കോളയാണ്. അടുത്ത കാറ്റലൈസ് ആണ്. ടു ചെക്ക് ദ ബാക്ടീരിയ ഹാസ് ദ എൻസൈം കാറ്റലൈസ്. കാറ്റലൈസ് എൻസൈമിന് ഹൈഡ്രോലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടർ ആക്കാനും ഓക്സിജൻ ആക്കാനും വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഗ്യാസ് ബബിൾസ്. ഓക്കെ, അപ്പോൾ കാറ്റലൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയക്കകത്ത് കാറ്റലൈസ് എന്ന എൻസൈം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ആൻഡ് കാറ്റലൈസ് എൻസൈമിന് ഹാസ് ദ എബിലിറ്റി ടു ഹൈഡ്രോലൈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻറ്റു വാട്ടർ ആൻഡ് ഓക്സിജൻ with the formation of gas bubbles. H2O, H2O2, H2O ആവും, O2 ആവും with the formation of bubbles.
ഇവിടെ ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് വെച്ചാൽ അതൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് സ്ലൈഡ് എടുക്കണം, അതിനകത്തോട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബാക്ടീരിയൽ കൾച്ചർ ഡ്രോപ്പ് ചെയ്യണം, ദെൻ H2O2 ആയിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇതിനകത്ത് ഇടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റലൈസ് പോസിറ്റീവാണ്, ഗ്യാസ് പ്രൊഡക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കാറ്റലൈസ് നെഗറ്റീവാണ്. കാറ്റലൈസ് പോസിറ്റീവായിട്ടുള്ളതാണ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഇനി കാറ്റലൈസ് നെഗറ്റീവ് ഉള്ളതാണ് സ്ട്രെപ്റ്റോകോക്കസ് പയജൻസ്. ഫൈൻ. അടുത്തയാണ് കൊയാഗുലേസ് ടെസ്റ്റ്. ഈ പറയുന്ന ബാക്ടീരിയയ്ക്ക് എൻസൈമായിട്ടുള്ള കൊയാഗുലേസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കൊയാഗുലേസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ് വിച്ച് ഇസ് ഡൺ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ് കൊയാഗുലേസ് ടെസ്റ്റ്. കൊയാഗുലേസ് എൻസൈമിന് ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഫൈബ്രിനോജനിന് ഫൈബ്രിൻ ആക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് പ്രസൻറ്റിങ് ഇൻ ദ പ്ലാസ്മ പ്രോട്ടീൻ. കൊയാഗുലേറ്റിംഗ് ടെസ്റ്റ് 2 വേയ്സാണ് ഉള്ളത്. ഒന്ന് സ്ലൈഡ് കൊയാഗുലേഷൻ ടെസ്റ്റും ട്യൂബ് കൊയാഗുലേഷൻ ടെസ്റ്റും. സ്ലൈഡ് കൊയാഗുലേഷൻ ടെസ്റ്റിനകത്ത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് സ്ലൈഡ് എടുക്കണം, എന്നിട്ട് കുറച്ച് ബാക്ടീരിയൽ കൾച്ചർ അതിനകത്തോട്ട് ഡ്രോപ്പ് ചെയ്യണം, ദെൻ മിക്സ് ഇറ്റ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഒന്നുകിൽ ഹ്യൂമൻ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്മ റാബിറ്റ് പ്ലാസ്മ. ക്ലോട്ടിംഗ് കാണിക്കുന്നെങ്കിൽ കൊയാഗുലേസ് പോസിറ്റീവാണ്, നോൺ ക്ലോട്ടിംഗ് ആണെങ്കിൽ കൊയാഗുലേസ് നെഗറ്റീവാണ്. ട്യൂബ് കൊയാഗുലേഷൻ ടെസ്റ്റിനകത്ത് ഓൺ ടു എ ക്ലീൻ ടെസ്റ്റ് ട്യൂബ് ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബാക്ടീരിയൽ കൾച്ചർ വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഹ്യൂമൻ ഓർ റാബിറ്റ് പ്ലാസ്മ. ക്ലീൻ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബാക്ടീരിയൽ കൾച്ചർ ആഡ് ചെയ്യണം, എന്നിട്ട് കുറച്ച് ഹ്യൂമൻ അല്ലെങ്കിൽ റാബിറ്റ് പ്ലാസ്മ ആഡ് ചെയ്യണം. ക്ലോട്ട് ഫോം ചെയ്യുന്നെങ്കിൽ കൊയാഗുലേസ് പോസിറ്റീവാണ്, ക്ലോട്ട് ഫോം ചെയ്യുന്നില്ലെങ്കിൽ കൊയാഗുലേസ് നെഗറ്റീവാണ്. ഓക്കെ. കൊയാഗുലേസ് പോസിറ്റീവ് ആവുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്, പോസിറ്റീവ് മാത്രമേ കാണിക്കത്തുള്ളൂ. കൊയാഗുലേസ് നെഗറ്റീവ് കാണിക്കുന്നത് സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസിലാണ്. ഓക്കെ. ഇവിടെ നമ്മൾ അടുത്തായിട്ട് കാണുന്നതാണ് അനഎറോബിക് കൾച്ചർ മീഡിയം. അനഎറോബിക് കൾച്ചർ മീഡിയത്തിനകത്ത് അനഎറോബിക് കൾച്ചർ പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഇതൊരു കാറ്റലിസ്റ്റ് ഉണ്ട്, നമുക്ക് ക്ലാമ്പ് കാണാം, ക്ലാമ്പ് സ്ക്രൂ കാണാം. ഓക്കെ. അനഎറോബിക് കൾച്ചറൽ മീഡിയത്തിനകത്ത് അനഎറോബിക് കൾച്ചറൽ പ്ലേറ്റ് ഉണ്ട്, അനഎറോബിക് കൾച്ചറൽ പ്ലേറ്റ് ഉണ്ട്, ദെൻ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്, ദെൻ വീടിൻ്റെ കൂര പോലെ വരയ്ക്കണം, മേളിൽ ക്ലാമ്പ്, സൈഡിൽ ക്ലാമ്പ്, ഇത് സ്ക്രൂ ക്ലാമ്പ്. നമുക്ക് വേണമെങ്കിൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും അങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദിസ് ഇസ് ദ ട്രിവിയൽ ടൈം. അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ വീണ്ടും പഠിക്കണം, അറിയാമെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, നോ വെറീസ്. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ സാരില്ല കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഈസ് നെയിം 2 അനഎറോബിക് കൾച്ചറൽ മീഡിയം, അല്ലെങ്കിൽ മീഡിയം 2 അനഎറോബിക് കൾച്ചറൽ മീഡിയം പറയണം. ഓർത്തോ? അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ഒന്ന് ഓർക്കുക. ആൻസർ പറയട്ടോ. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം വരാം, ട്രൈ ഗ്ലൈക്കണേറ്റ് മീഡിയവും വരാം. ഇനി ഇതിൻ്റെ കൂടെ നെയിം 2 അനഎറോബിക് ബാക്ടീരിയ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.